പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കാതെ ഈ ആഗമന കാലത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ലല്ലോ. പരിശുദ്ധ അമ്മയുടെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മുടെ ഹിതങ്ങളെ, നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവഹിതമാക്കി മാറ്റാനാണ് നാം എപ്പോഴും ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് അത് വേണം, ഇത് വേണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുക, എൻ്റെ ആവശ്യങ്ങൾ ദൈവം നടത്തി തരണം. എന്നാൽ അതിൽ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നാം പലപ്പോഴും ആലോചിക്കാറില്ല. ഈ ലോകത്തിലേക്ക് രക്ഷ കടന്നു വരാൻ കാരണമായത് പരിശുദ്ധ അമ്മ പൂർണ്ണമായും ദൈവഹിതത്തിന് കീഴ്വഴങ്ങിയതുകൊണ്ടാണ്. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ വന്ന് പറയുന്നുണ്ട്, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കാൻ പോകുന്നു. ഒന്നും അറിയാഞ്ഞിട്ടും, പുരുഷനെ അറിയാഞ്ഞിട്ടും, ഇനി ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയയും ഇല്ലാഞ്ഞിട്ടും പരിശുദ്ധ അമ്മ വളരെ സന്തോഷത്തോടെ ദൈവഹിതത്തിന് യെസ് പറയുന്നത്, ഫിയാത്ത് എന്ന് ഉത്തരം കൊടുക്കുന്നത് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുതന്നെയാണ് ഈ നോമ്പുകാലത്ത്, ഈ ആഗമന കാലത്ത് ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുക. നമ്മുടെ ഹിതങ്ങളെ ദൈവഹിതങ്ങളാക്കി മാറ്റാതെ ദൈവഹിതത്തിന് യെസ് പറയാനുള്ള ധൈര്യം നാം കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ണി ഈശോ വന്നു പിറക്കും. ഈ ക്രിസ്മസ് കാലം അങ്ങനെ ദൈവഹിതത്തിന് യെസ് പറഞ്ഞുകൊണ്ട് അതിമനോഹരമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം.